ബഹുമാനപ്പെട്ട സരസ്വതി അമ്മയുടെയും അതിലേറെ ബഹുമാനനായ ഉള്ളാട്ടിൽ ബാലകൃഷ്ണമേനോന്റെയും 50-ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ കാര്യങ്ങൾ കുറിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ദമ്പതിമാർക്ക് ആശംസ അർപ്പിക്കുക എന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എൻ്റെ അമ്മ 64 കൊല്ലം 3 മാസം 22 ദിവസമാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നത്. അതിനുശേഷം എൻ്റെ തറവാട്ടിൽ ആദ്യമായാണ് അമ്മുവാണ് സരസ്വതി സുമംഗലിയായി വലിയ സന്തോഷമുണ്ട്. എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഉള്ളാട്ടിലാണ് ബാലകൃഷ്ണൻ ഞങ്ങളെ പ്രിയപ്പെട്ട ബാലമാമയും സരസ്വതി എന്നൊക്കെ പറയുന്നത് പറയട്ടെ. അതിനുശേഷം കേട്ടാണ് ഈ കാര്യം അമ്മു ചേച്ചിയുടെയും 50-ാം വിവാഹ വാർഷികം ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്നത്. ഇതില് ചില കാര്യങ്ങൾ ഓർമ്മ വരണം. ഞാൻ അടുത്ത കാലത്ത് ഭാരതീയ വിദ്യാഭവൻ എറണാകുളത്ത് അശ്വതി തിരുനാൾ മഹാരാജ വളരെ പ്രശസ്തനായ ഒരു ട്രെയിനറാണ്. ടിവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം കേൾക്കാനിടയാണ്. അവിടെ വെച്ച് അദ്ദേഹം പറയുകയാണ്, ഒരു ക്ഷമത്തോടെ ഒരു ചമരോടെ ഫോൺ എടുത്തു. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോൺ കോൾ ആയിരുന്നു. അപ്പൊ ഫോൺ എടുത്തോണ്ട് അദ്ദേഹം പറയാം, വെരി സോറി, എനിക്ക് 6 മാസം മുമ്പ് കല്യാണമായിരുന്നു, അത് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മോളെ, ഐ എം വെരി സോറി. 1 വർഷം മുമ്പ് ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബെസ്റ്റ് പാർട്ടിസിപ്പന്റ് ആയിരുന്ന കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെത്തി കുട്ടി എനിക്ക് ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഐ എം വെരി സോറി എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ മറുപടി ആയിരുന്നു അദ്ദേഹം പറയുന്നത്, നോ പ്രോബ്ലം, ഐ ഗോട്ട് ഡൈവോഴ്സ്ഡ്. 6 മാസമായിട്ടില്ല. അപ്പൊ ഇത് വിളിച്ച് പറയുന്നതന്നെ ഞാൻ തിരക്കിന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയത് അങ്കിളിനോട്. അപ്പൊ ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അങ്കിളുടെ കാര്യം ഓർമ്മ വന്നപ്പോ വിളിച്ച് പറയുമായിരുന്നു ഞാൻ. ഇതാണ് ഇന്നത്തെ കാലം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു സൊസൈറ്റിയുടെ ഒരു എന്താ പറയാ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഒരു കുടുംബം. ആ കുടുംബമാണ്. അപ്പോ ഇന്നത്തെ കാലത്ത് ആക്സെപ്റ്റബിലിറ്റി നമുക്കത് ഇല്ലാണ്ടായിരിക്കും. ഒരു തമാശക്ക് ഒരു ചെറിയൊരു കഥ പറയാം. ഇതേമാതിരി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് അയാളുടെ കല്യാണം കഴിഞ്ഞ സുഹൃത്തുക്കൾ ഒരു ഉപദേശം കൊടുത്തു, സൂക്ഷിച്ചോളണം, ഭാര്യ നിലയ്ക്ക് നിർത്തിയിലാക്കി വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, നീ വിഷമിക്കും, അതുകൊണ്ട് ഭാര്യ നിലയ്ക്ക് നിർത്തണം. അപ്പൊ ചില ചെറുകുട്ടികൾ എന്തിനുണ്ടെങ്കിലും ശരി വളരെ സൂക്ഷിച്ചു പറഞ്ഞിട്ട് ഇന്നത് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ശരിക്കും എങ്കിൽ നിങ്ങൾ ബാക്കി കാര്യം നീ അറിയണമെങ്കിൽ പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് മനസ്സിൽ വെച്ചിട്ട് ഇയാള് കുടുംബജീവിതം തുടങ്ങി ബോംബെയിൽ പോയി. 2 പേര് അവിടെ ഒരു ഫ്ലാറ്റിനകത്താണ് ജോലി തുടങ്ങി. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയാൻ മുഴുവൻ പറയും, ഞാൻ വരുമ്പോഴേക്കും റെഡിയൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് പല്ലവിയായിട്ട് അത് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തു. ഈ കുട്ടി പോകാൻ മേടിച്ചു നാട്ടുപുറത്തുനിന്ന് വന്നാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഇല്ലെങ്കിൽ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നതായിരുന്നു. കുറച്ച് കാലം ഇങ്ങനെ പോയി. ഒരു ദിവസം കേട്ട് കേട്ട് 2 ദിവസം ഇതേമാതിരി ഇല്ലെങ്കിൽ ഈ കുട്ടി ജസ്റ്റ് ഫോർ ദ സേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഞാൻ അടുത്ത വെള്ളത്തിൽ ചോദിച്ചു. ഇതാണ് കാര്യം. അപ്പോ ഇതൊരു ഈ ഒരു ആക്സെപ്റ്റബിലിറ്റി നമുക്ക് ഇല്ലാത്ത ഞാൻ വലുത് എന്നേക്കാൾ ഞാൻ ഇത് രണ്ടും ഇല്ലാത്ത തലത്തില് കഴിയുന്നു. ഇതിപ്പോ അമ്മച്ചേച്ചി പറയുന്നു, ഞാൻ ബന്ധുവിന്റെ ജപിക്കുന്നു. അതുപോലെ ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ പറയുന്നു, ഈ നാമം ഇതൊക്കെ ആയിട്ട് ശുശ്രൂഷിക്കാനുള്ള പല അതെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മൾ നഷ്ടപ്പെട്ടു. അതിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രതിചിട്ട് ഞങ്ങളുടെ അമ്മമാരെന്നും വല്യമ്മമാരെന്നും ഞങ്ങളുടെ സൗകര്യങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ അവിടെ കൂടുതലുള്ള പോപ്പുലേഷൻ രീതികളായതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരാളെ എഞ്ചിനീയർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആക്കിയിട്ടോ ഒന്നും നേടാനില്ല.
ഇതൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിന്, ബാക്കിയുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മുടെ സിമ്പതി അത് കാണിക്കാനുള്ള, കരുണ കാണിക്കാനുള്ള ഹൃദയം, ഇതുണ്ടാക്കി തന്നത് നമ്മുടെ മുൻ തലമുറയാണെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. 66 കൊല്ലം ഒരു സുമംഗലിയായിട്ട് കഴിഞ്ഞ മലശ്ശേരി കല്യാണിക്കാൻ വന്ന ഞങ്ങളുടെ അമ്മമ്മയും, അതുപോലെ 50 വർഷം കഴിഞ്ഞ സരസ്വതി എന്ന് പറയുന്ന അമ്മച്ചേച്ചിയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിരിക്കാം. അഭിമാനത്തോട് കൂടിയിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളോടും നമ്മുടെ മരുമക്കളോടൊക്കെ പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. അതൊന്നും ഒന്നും നഷ്ടപ്പെട്ടിരിക്കാതെ വേണം. ഇന്ന് അല്ലെങ്കിൽ എന്താ വെൽത്തുണ്ടാവുന്ന നാളെ ഒന്നുമില്ലാണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് കയ്യിൽ കൂടെ ഒഴുകിപ്പോയിട്ടുള്ള പണത്തിനൊന്നും വെൽത്തിനൊന്നും ഒരു കാണാൻ കുറിപ്പില്ലാത്തതായിരുന്നു ഈ അമ്മമ്മയൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ ദാരിദ്ര്യവും കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോഴും ഈ സ്നേഹം വരുന്നത് ഒരു തമാശയായിട്ടുള്ള ഉടക്കം ഞാൻ പറഞ്ഞു. അവസാനം 50 വർഷം കഴിഞ്ഞ വേറൊരു ദമ്പതിയുടെ വിജയ രഹസ്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് എന്റെ എല്ലാവിധ ആശംസകളും കാലമാക്കിയും അഭിഷേകിക്കും ഇനിയുള്ള കാലം കഴിയുന്നിടത്തോളം സ്നേഹിതമായിട്ട് കഴിയാനും മനസ്സമാനത്തോടെ കഴിയാനും ഈശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയ ശ്യാമന് ഉണ്ണിനെ വരുന്നത് ഉണ്ണിക്കും അതുപോലെ അനിയനും ശുഭ സേതു അതുപോലെ മരുമകൻ കുട്ടനും ഇവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും അതുപോലെ സാധിച്ചത് ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ ചെറിയ 50 വർഷത്തെ ഭാഷയിൽ ചെറിയൊരു കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നതാണ്. ബാലേട്ടൻ്റെ ഞാൻ ബാലേട്ടനായിട്ട് പറയുന്നതേ ഉള്ളൂ. ഭർത്താവിന്റെ അദ്ദേഹത്തിന് വന്ന് നിന്നിട്ട് പറഞ്ഞു, ശരിക്കും ഇംഗ്ലീഷിലായിരുന്നു, പക്ഷെ മലയാളത്തിൽ ആക്കി നോക്കാം. ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തി. ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ പറയാം ആൾക്കാരെ ആകാശം കാത്തിരിക്കുക. അവള് തീരുമാനിച്ചു അവരുടെ വഴിക്ക് പോകുന്നു, ഞാൻ തീരുമാനിച്ചു അവരുടെ വഴിക്ക് പോകുന്നു. ഞാൻ തീരുമാനിച്ചു എന്റെ വഴിക്ക് എന്ന് പറയുന്നത് ഞാൻ തീരുമാനിച്ചു അവരുടെ വഴിക്ക് പോയി. അപ്പൊ അതായത് കുഴപ്പമില്ല, ഒന്നിച്ച് ജീവിക്കുമല്ലോ, സമാധാനത്തോടെ ആ വീട്ടിൽ കഴിയുമല്ലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും ഈ സമാധാനമാണ് ഏറ്റവും വലുത്. അതിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അതൊരു നിമിത്തമാവട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. 25 നമുക്ക് തുടങ്ങാം. അതിന് വലിയ പ്രയാസം 50 അപ്പൊ 25 മുതൽ പിടിക്കാമെന്ന് കുട്ടനൊന്നും നോക്കിക്കോളൂ. അടുത്ത ആരാണ് 25? നമ്മളൊക്കെ അടുത്തെത്തിയിട്ട് സത്യം പറഞ്ഞാൽ 20 വർഷം ഞാൻ ഗഹറിലാണ് എന്റെ 20ാം വാർഷികം ആഘോഷിച്ചത്. കഴിഞ്ഞ 2007 എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നടന്നിറങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നിട്ട് ചെറുതായിട്ടാണെങ്കിൽ നമ്മളെ ഒരു കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിനൊരു അഭിമാനമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ